പുതിയ ചാപ്റ്ററാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. സോ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ഹെൽത്ത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഫാക്ടറുകളാണ് നമ്മുടെ ഹെൽത്തിനെ ഇല്ലാണ്ടാക്കുന്നത്, അതായത് ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഏതൊക്കെ ടൈപ്പ് ഡിസീസാണ് നമുക്കുണ്ടാവുന്നത്, ആ കാറ്റഗറി ഏതൊക്കെയാണ്, അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത്, അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ്. പിന്നെ പല ടൈപ്പ് ഡിസീസുകളെക്കുറിച്ച്, അതുപോലെ നമ്മുടെ അഡോളസൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരെ ബാധിക്കുന്ന പ്രോബ്ലംസ്, അതുപോലെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോ ഹ്യൂമൻ ഹെൽത്തും അതിനെ സംബന്ധിച്ചുള്ള മിക്ക ഇൻഫർമേഷനും അതുപോലെ ഡിസീസുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോണത്. സോ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, ഏർലി ഗ്രീക്കുകളിലൊക്കെ, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആയുർവേദിക് സിസ്റ്റത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നത് തെറ്റായിട്ടാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചിരുന്നത്. സോ ഏർലി ഗ്രീക്ക് ലൈക്ക് ഹിപ്പോക്രേറ്റസ്, ഗ്രീക്സിൽ ഹിപ്പോക്രേറ്റസ്, അതുപോലെ തന്നെ ഇന്ത്യൻ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിനൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു ഇതിൽ പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നതിനെ എഫക്റ്റ് ചെയ്യണത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡുകളാണ്, അല്ലെങ്കിൽ ഹ്യൂമർ എന്നാണ് ഇത് വിചാരിച്ചിരുന്നത്. സോ അങ്ങനത്തെ ഒരു നിഗമനത്തിൽ ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പിത്തരസം, നമ്മുടെ കിഡ്നി അഥവാ സ്പ്ലീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ പറയുന്ന ബ്ലാക്ക് ബൈൽ. സോ ആ കറുത്ത പിത്തരസം, ബ്ലാക്ക് ബൈലുള്ള പേഴ്സൺസൊക്കെ ഇതുപോലെ ഹോട്ട് പേഴ്സണാലിറ്റി ഉണ്ടാവും, അതുകൊണ്ട് അവർക്ക് ഫീവർ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞ ഹിപ്പോക്രേറ്റസ് പോലുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഹെൽത്തിന് അങ്ങനെയാണ്. സോ ഗുഡ് ഹ്യൂമർ, ബാഡ് ഹ്യൂമർ അങ്ങനെയാണ്. സോ നല്ല ഇതുള്ളത്, ഹ്യൂമർ ഉള്ളത്, അല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് അസുഖം വരും, അല്ലാത്തവർക്ക് വരില്ല. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തിരുന്നത്. സോ ഇതൊക്കെ തെറ്റാണെന്ന് പിന്നീട് ഇങ്ങനെ ഒരു ഗുഡ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസ് തെറ്റായെന്ന് തെളിയിച്ചത് പിന്നെ വില്യം ഹാർവിയാണ്. സോ വില്യം ഹാർവേ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചു. പിന്നെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, എക്സ്പെരിമെൻറ്റിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് ഈ ബ്ലാക്ക് ബൈൽ, ഈ കറുത്ത പിത്തരസമുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് തെർമോമീറ്ററിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് നോർമൽ ബോഡി ടെമ്പറേച്ചറാണ്. സോ നേരത്തെ പറഞ്ഞത് ഇവർക്ക് ഫീവർ വരാനുള്ള സാധ്യത കൂടുതലാണ്, ഹോട്ട് പേഴ്സണാലിറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ വില്യം ഹാർവി ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ച് തെർമോമീറ്ററിലൂടെ ബ്ലാക്ക് ബൈലുള്ള ആൾക്കാർക്കും നോർമൽ ബോഡി ടെമ്പറേച്ചറാണ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഗുഡ് ഹ്യൂമർ എന്ന് പറഞ്ഞ ഹൈപ്പോത്തസിസിനെ അങ്ങനെ തന്നെ അതങ്ങനെ ഡിസ്പ്രൂവ് ചെയ്തു. ഹെൽത്തിനെ കുറിച്ച് ഗുഡ് ഹ്യൂമർ എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ അങ്ങനെയല്ല എന്ന് തെളിയിച്ചു, ഡിസ്പ്രൂവ് ചെയ്തു. പിന്നീട് നമ്മൾ പറയുന്നത് നമ്മുടെ ബയോളജിയിൽ, പിന്നീട് ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ ബയോളജിയിൽ ലേറ്റർ എന്തായിട്ട് മൈൻഡ് ഇൻഫ്ലുവൻസസ് ത്രൂ ന്യൂറൽ സിസ്റ്റം, നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്, അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റമാണ്. സോ മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ന്യൂറൽ സിസ്റ്റത്തിലൂടെയും എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോണൽ സിസ്റ്റത്തിലൂടെയും, നെർവസ് സിസ്റ്റത്തിലൂടെയും ഹോർമോണൽ സിസ്റ്റത്തിലൂടെയും മൈൻഡ് ഇൻഫ്ലുവൻസ്ഡ് ആവണു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലൂടെ ഇൻഫ്ലുവൻസ്ഡ് ആവണു എന്ന് കണ്ടുപിടിച്ചു. സോ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മനസ്സിലായി. ബയോളജിയിലൂടെ നമ്മൾ പല കണ്ടുപിടുത്തങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു. ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മളെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് മൈൻഡ് ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് എഫക്റ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡും നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ്, മനസ്സും നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ഹെൽത്തിനെ, ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതാണ് നമ്മൾ പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടറുകളാണ് പറഞ്ഞത്. സോ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തത് ജനറ്റിക് ഡിസോർഡേഴ്സ്, നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും, അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡിസോർഡർ, അതായത് ജന്മനാ കിട്ടുന്ന ഡിസോർഡേഴ്സ് മിക്കവാറും നമ്മൾ പറയുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ കൈമാറി വരുന്ന ഡിസോർഡേഴ്സാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. സോ ബൈ ബർത്ത് തന്നെ നമുക്ക് പാരൻസിൽ നിന്ന് കിട്ടുന്ന ആ ഡിസോർഡേഴ്സ്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നീട് നമ്മുടെ ഇൻഫെക്ഷൻസ്, നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസ് പല ടൈപ്പ്, ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടോസോൺ, ഏത് ടൈപ്പ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസ് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നീട് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ,
ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫുഡ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, വാട്ടർ, അതുപോലെ നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന റെസ്റ്റ്, നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന എക്സസൈസ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഹാബിറ്റ്, നമുക്കുള്ള ചില ഗുഡ് ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമുക്കില്ലാത്ത ചില ഹാബിറ്റുകൾ, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ പ്രോപ്പറായിട്ടുള്ള ഫുഡ്, പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ, പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ എക്സസൈസ് നമ്മുടെ ഹെൽത്തിന് വളരെ എസെൻഷ്യലാണ്. അതുപോലെ നല്ല പ്രോപ്പറായിട്ടുള്ള ഗുഡ് ഹാബിറ്റുകൾ നമ്മുടെ ഹെൽത്തിന് ആവശ്യമാണ്. സോ നമുക്ക് ചില ഹാബിറ്റുകളുണ്ട്, ചില ഹാബിറ്റുകൾ നമുക്കില്ല. സോ ഇതൊക്കെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. സോ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ബൈ ബർത്ത് പാരൻസിൽ നിന്ന് കിട്ടുന്ന ജനറ്റിക് ഡിസോർഡേഴ്സ്, നമുക്ക് ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, വാട്ടർ, റെസ്റ്റ്, എക്സസൈസ്, നമ്മുടെ ഹാബിറ്റുകൾ, ഇതൊക്കെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡു യു മീൻ ബൈ ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമില്ലാത്ത ഒരവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെൽത്തിന് അതിൻ്റേതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. സോ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നല്ല ഹെൽത്ത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല. എന്താണ് ശരിക്കും ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ശരിക്കും ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് വെൽബീയിങ് ഏതൊക്കെ ആസ്പെക്റ്റിൽ വേണം? ഫിസിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ വെൽബീയിങ് ആയിരിക്കണം. ഫിസിക്കലി നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മെൻ്റൽ ആസ്പെക്റ്റിൽ നമ്മൾ വെൽബീയിങ് ആയിരിക്കണം. സോ നമുക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും, അതുപോലെ സോഷ്യൽ വെൽബീയിങ്. ചില ആളുകൾക്ക് ഫിസിക്കലി ഭയങ്കര ഫിറ്റായിരിക്കും, നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും, പക്ഷേ മാനസികമായി അവരത്ര ഫിറ്റായിരിക്കില്ല. സോ അവർക്ക് പലപ്പോഴും അവർക്ക് അവരുടേതായ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വല്ല ഫിസിക്കലി അവർ പെർഫെക്റ്റ് ആണെങ്കിലും മെൻ്റലി അവർക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുപോലെ സോഷ്യൽ ആസ്പെക്റ്റിലാണെങ്കിൽ ഒരു ക്രൗഡിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇവർ പെർഫെക്റ്റായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവിടെ അവർ ഭയങ്കര അൺബാലൻസ്ഡ് ആയിത്തീരും. സോ അതൊരു സോഷ്യലി വെൽബീയിങ് അല്ല എന്നർത്ഥം. സോ സോഷ്യലി വെൽബീയിങ് അല്ലെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ? ആ പേഴ്സണ് ടോട്ടൽ വെൽബീയിങ് ഉള്ള ഒരു ഹെൽത്ത് ഇല്ല എന്നർത്ഥം. സോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം, മെൻ്റലി ഫിറ്റായിരിക്കണം, സോഷ്യലിയും ഫിറ്റായിരിക്കണം. സോ ഈ പറഞ്ഞ 3 ആസ്പെക്റ്റിലും അവർ വെൽബീയിങ് ആണെങ്കിൽ മാത്രമേ അവർക്ക് ആരോഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഈ പറഞ്ഞ 3 ആസ്പെക്റ്റിലും വെൽബീയിങ് ആവണം. ഏതൊക്കെയാണ്? കംപ്ലീറ്റ്ലി വെൽബീയിങ് ഏതൊക്കെ? ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് എന്തൊക്കെ അറിയണം? നല്ലൊരു ഹെൽത്ത്, ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒന്നാമത്, നമ്മൾക്ക് ബാലൻസ്ഡ് ഡയറ്റ്, നമ്മളൊരു സമീകൃത ആഹാരം, പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഫുഡുകൾ, നമുക്ക് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ഫാറ്റ്സ്, മിനറൽ, വൈറ്റമിൻസ്, ഇതുപോലെ എല്ലാം സമീകൃതമായ അളവിൽ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടണം. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനത്തെ പ്രോപ്പർ ഫുഡായിരിക്കണം. അതാണ് ബാലൻസ്ഡ് ഡയറ്റ്. സോ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിരിക്കണം നല്ല ഗുഡ് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ. അതുപോലെ പേഴ്സണൽ ഹൈജീൻ, നമുക്ക് സ്വയം ഒരു വൃത്തി ഉണ്ടായിരിക്കണം, പേഴ്സണൽ ക്ലെൻലിനെസ് ഉണ്ടായിരിക്കണം. സോ പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. അതുപോലെ റെഗുലർ എക്സസൈസ്, നമ്മുടെ ബോഡിക്ക് അത്യന്താപേക്ഷിതമാണ് റെഗുലർ എക്സസൈസ്. സോ ഒരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ബാലൻസ്ഡ് ഡയറ്റ് വേണം, പ്രോപ്പറായിട്ടുള്ള ഫുഡ്, അതുപോലെ പേഴ്സണലായിട്ടുള്ള നമ്മൾക്ക് തന്നെ ഉള്ളൊരു ഹൈജീൻ ഉണ്ടായിരിക്കണം, അതുപോലെ റെഗുലർ എക്സസൈസ് ഉണ്ടായിരിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് യോഗ, നമ്മൾ ഒരുപാട് കാലങ്ങൾ മുതലേ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആൾക്കാർ യോഗ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഒരുപാട് പേര് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് അവെയർനെസ് അബൌട്ട് ഡിസീസസ്, അസുഖങ്ങളെക്കുറിച്ചുള്ളൊരു അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ടൈപ്പ് അസുഖങ്ങളാണ്, ഏതൊക്കെ അസുഖങ്ങൾ, ഏതൊക്കെ നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ ഏതൊക്കെ ഓർഗൻസിൻ്റെ ഫങ്ഷനെയാണ്, ഏതൊക്കെ ഡിസീസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് അവെയർനെസ് ഉണ്ടായിരിക്കണം. സോ അവെയർനെസ് അബൌട്ട് ഡിസീസസ് ആൻഡ് ദെയർ എഫക്റ്റ് ഓൺ ഡിഫറെൻറ്റ് ബോഡി ഫങ്ഷൻ. ഓരോ അസുഖവും നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ബോഡി പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യണേ
ഏതൊക്കെ ബോഡി ഓർഗൻസിന് ഫങ്ഷൻസാണ് അത് തകരാറിലാക്കുന്നത്, ഏതൊക്കെ ബോഡി ഫങ്ഷൻസിന് എന്തൊക്കെ ഡാമേജുകൾ അത് ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്കൊരു അവെയർനെസ് ഡിസീസുകളെക്കുറിച്ച് ജനറലായിട്ട് ഉണ്ടായിരിക്കണം. പിന്നീട് നമുക്ക് വാക്സിനേഷൻസെക്കുറിച്ച്, എന്താണ് വാക്സിനേഷൻ, ഏതൊക്കെ ടൈപ്പ് ഇൻഫെക്ഷ്യസ് ഡിസീസസിന് വാക്സിനേഷൻ ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വാക്സിനേഷൻ എടുക്കേണ്ടതായ ഇമ്പോർട്ടൻസ്, ഈ വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, സോ എന്താണ് ഇമ്മ്യൂണിറ്റി, അങ്ങനത്തെ ഒരു അവെയർനെസ് നമുക്ക് വാക്സിനേഷൻ അബൌട്ട് വേരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ വേസ്റ്റുകളും ഏത് തരത്തിലാണ് നമ്മളതിനെ നശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കേണ്ടത് എന്ന് നമുക്കറിയണം. പ്രോപ്പറായിട്ട് നമ്മുടെ വേസ്റ്റുകളെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് വേസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡിസീസിന് കാരണക്കാരായിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ പാത്തജൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളുണ്ടാവും. പിന്നീട് നമുക്ക് വേണ്ടത് കൺട്രോൾ ഓഫ് വെക്ടേഴ്സ്. ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് വെക്ടർ അല്ലെങ്കിൽ കാരിയേഴ്സ് പറയും. സോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓഫ് വെക്ടേഴ്സ് നമുക്കറിയാം, മോസ്കിറ്റോ, ഈ കൊതുകുകൾ ഒരുപാട് ഈ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാരിയറാണ്. സോ അതിൻ്റെ വളർച്ചേനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എൻവയോൺമെൻറ്റ്. സോ അതിൻ്റെ ഗ്രോത്ത് ഒരിക്കലും നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കാൻ പാടില്ല. സോ അതിൻ്റെ വളർച്ച പരമാവധി നമ്മൾ നശിപ്പിക്കാൻ നോക്കണം. സോ വെക്ടേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതുപോലത്തെ ഡിസീസ് ക്യാരിയിങ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് നശിപ്പിക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ഹൈജീനിക് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളവും എത്രത്തോളം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഹൈജീനിക് ആയിരിക്കണം. ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണവും അതുപോലെ ഏറ്റവും വൃത്തിയുള്ള വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ നമുക്ക് വരും. സോ നമ്മൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര നന്നായിട്ട് നമുക്കതിനെ, വെള്ളമാണെങ്കിൽ അതിനെ തിളപ്പിച്ച് ഉപയോഗിക്കണം, ഭക്ഷണമാണെങ്കിലും നമ്മളതിനെ മൂടി വെച്ചിരിക്കണം. ഇതുപോലെ ഡിസീസിനെ ക്യാരി ചെയ്യുന്ന വെക്ടേഴ്സ് അതിൽ വരാതിരിക്കാൻ നമ്മളതിനെ മൂടി വെച്ച് സംരക്ഷിക്കണം, പ്രോപ്പറായിട്ട് ചൂടാക്കണം, അതിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ നമുക്ക് എങ്ങനെയാണ് ഫുഡ് വാട്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അറിവുണ്ടായിരിക്കണം, എങ്ങനെയാണ് വെക്ടറിനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള അറിവുണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം, നമ്മൾ അതുപോലെ ചെയ്യുകയും വേണം. അതുപോലെ വാക്സിനേഷനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, അതിനനുസരിച്ചുള്ള വാക്സിനേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുകയും വേണം. അതുപോലെ എന്തൊക്കെ ഡിസീസുകൾ നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ഫങ്ഷൻസിനെയാണ് ഡാമേജ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് എക്സസൈസ് ചെയ്യണം, നമുക്ക് പേഴ്സണൽ ഹൈജീൻ വേണം, നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഗുഡ് ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് വെൽബീയിങ് ആണ്, ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യൽ. അതിനെയാണ് ഹെൽത്ത് എന്ന് പറയാം. സോ ആൾക്കാർക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, ആളുകളെല്ലാം ഹെൽത്തി ആണെങ്കിൽ എന്താണ് സംഭവിക്കും, അവരുടെ വർക്കുകളിലൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. സോ വെൻ പീപ്പിൾ ആർ ഹെൽത്തി ആണെങ്കിൽ ദേ വിൽ ബിക്കം മോർ എഫിഷ്യൻ്റ് അറ്റ് വർക്ക്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റും, നല്ല വർക്ക് ചെയ്യാൻ, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് പ്രൊഡക്ടിവിറ്റി, നല്ല വർക്ക് ഉണ്ടെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, എക്കണോമിക് പ്രോസ്പെരിറ്റി, നമ്മുടെ രാജ്യത്തിന് തന്നെ ആ എക്കണോമിക് പ്രോസ്പെരിറ്റി സംഭവിക്കും. സോ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി വർദ്ധിക്കും. സോ ഹെൽത്ത് ഇത് മാത്രമല്ല, ഹെൽത്ത് ഉണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലോങ്വിറ്റി, അതായത് നമ്മുടെ ആയുസ്സും വർദ്ധിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫൻ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി, അമ്മയുടെയും കുഞ്ഞിൻ്റെയും അതുപോലത്തെ മരണനിരക്കുകളൊക്കെ ഹെൽത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും. സോ വളരെയധികം കുറയും ആരോഗ്യമുണ്ടെങ്കിൽ ഈ വക മരണനിരക്കുകളെല്ലാം തന്നെ. ഇനി നമുക്ക് പറയാം, എപ്പോഴാണ് നമ്മളൊരു ആരോഗ്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, വെൻ വൺ ഓർ മോർ ഓർഗൻസ്, ഒന്നോ അതിലധികമോ ഓർഗൻസോ അല്ലെങ്കിൽ സിസ്റ്റംസോ ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ ഒന്നോ അതിലധികമോ ഓർഗൻസോ അല്ലെങ്കിൽ സിസ്റ്റംസോ എന്ത് ചെയ്യുകയാണെങ്കിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഓർഗൻസിനോ സിസ്റ്റംസിനോ എന്തെങ്കിലും
കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, എന്തെങ്കിലും അതിന് ഇൻഫെക്ഷൻസോ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിലും, അതിന് അഡ്വേഴ്സായിട്ട് എന്തെങ്കിലും പ്രതികൂലമായി അതിനെ ഈ പറഞ്ഞ ഓർഗൻസിനും സിസ്റ്റത്തിനും പ്രതികൂലമായി എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വേരിയസ് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. നമ്മുടെ ബോഡിയിലെ ഓർഗൻസിനോ സിസ്റ്റംസിനോ എന്തെങ്കിലും ഒരു പ്രതികൂലമായ രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനനുസരിച്ചുള്ള സൈനുകളും സിംറ്റംസുകളും കാണിക്കും. നമുക്ക് കുറേ സിംബൽസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കും. അപ്പോഴാണ് നമ്മൾ വി ആർ നോട്ട് ഹെൽത്തി, നമുക്ക് എന്തോ അസുഖമുണ്ട് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ വി ആർ നോട്ട് ഹെൽത്തി എന്ന് പറയുന്നത് എന്താണ്? ഡിസീസാണ്. ആ ഡിസീസ് കണ്ടീഷനെയാണ് നമ്മൾ ഹെൽത്തി അല്ല എന്ന് പറയുന്നത്. സോ ഒന്നോ അതിലധികമോ ഓർഗൻ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും തരത്തിൽ അഡ്വേഴ്സായിട്ട് ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിന് തക്കതായ സൈനുകളും സിംറ്റംസും കാണിക്കും. അതാണ് നമ്മൾ പറയുന്ന ഡിസീസ് എന്ന് പറയുന്നത്. സോ ഡിസീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറി ഓഫ് ഡിസീസുകളാണ്. സോ ഡിസീസുകളെ നമ്മൾ 2 തരത്തിൽ തിരിക്കുകയാണെങ്കിൽ, ഒന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, രണ്ടാമത്തത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസുകളാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അപ്പം നമുക്ക് ഒരുപാട് ഡിസീസുകളെ അറിയാം. കോമൺ കോൾഡ് അല്ലെങ്കിൽ നമ്മുടെ കഫ്, അങ്ങനത്തെ പകരുന്ന ഡിസീസുകൾ, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകൾ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസുകളൊക്കെ ഇൻഫെക്ഷ്യസ് ഡിസീസ്. കോമൺ കോൾഡൊക്കെ ആണെങ്കിൽ ഒരു സിമ്പിൾ ഡിസീസ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസീസുകൾ. അതേസമയം മരണം വരെ സംഭവിക്കാവുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. എയ്ഡ്സ്, HIV എയ്ഡ്സ് എന്ന ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്ന്, പക്ഷേ അത് ഭയങ്കര ഫീറ്റലാണ്, മരണത്തിലേക്ക് തന്നെ വഴിതെളിക്കുന്ന ഒരു കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകളുണ്ട്. ഇനി അടുത്തത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാത്തത്, ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഡിസീസുകളാണ് എന്ത് പറയുന്നത്? നോൺ ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ അല്ലാത്ത, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ്. ഫോർ എക്സാമ്പിൾ അതിൽ നമ്മുടെ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല, പക്ഷേ നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഫേറ്റലായിട്ടുള്ള ഒരു ഡിസീസ് കൂടിയാണ് ഈ പറഞ്ഞ ക്യാൻസർ, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനത്തെയൊക്കെ യൂസേജ്, അതിനെ നമ്മുടെ എബ്യൂസ് എന്നാണ് പറയാം. ഇതൊക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യണം. ഡ്രഗ് ആൽക്കഹോൾ എബ്യൂസൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. സോ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളിൽ ഒന്നാണ് നമ്മുടെ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളായിട്ടുള്ള എബ്യൂസുകളൊക്കെ. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡിസീസുകൾ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. സോ കോമൺ ഡിസീസസ്, നമ്മുടെ ഹ്യൂമണിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പാത്തജൻസ് ആണ്. ഏത് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയും നമ്മൾ പാത്തജൻസ് എന്നാണ് പറയുക. സോ അങ്ങനത്തെ പാത്തജൻസിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവൻ, ഹെൽമിന്തസ്, പാരസൈറ്റ്. സോ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവൻ, ഹെൽമിന്തസ്, ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. സോ ഡിസീസ് കോസ് ചെയ്യുന്ന ഈ കോസറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസൊക്കെ, ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഓർഗാനിസത്തിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാത്തജൻസ് എന്ന് പറയുന്നു. സോ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ എന്താണ്? പാത്തജൻസ് ആണ്. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ കയറുന്ന വേറെ പാരസൈറ്റുകളാണ് കയറാൻ നിൽക്കുക. സോ പാരസൈറ്റ് ഈ പറഞ്ഞ ലിവിങ് ബോഡിയിൽ, നമ്മുടെ ലിവിങ് ഹോസ്റ്റ് ബോഡിയിലാണ് പാരസൈറ്റ്സ്. നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള നാശനഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹോസ്റ്റ് ബോഡിയിലെ ന്യൂട്രിയൻസൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള പാരസൈറ്റുകളുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ കയറുന്ന ഈ പാത്തജൻസ്, ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തജൻസിൻ്റെ പ്രത്യേകത, ഈ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ പല മെത്തേഡിൽ, വേരിയസ് മീൻസിലാണ് കയറുക. പല വഴിയാണ്. സോ എയറിലൂടെ ആവാം, വാട്ടറിലാവാം, അല്ലെങ്കിൽ ഇൻസെക്റ്റ് വഴിയാവാം, അല്ലെങ്കിൽ കാരിയേഴ്സ് വഴിയാവാം. ഏത് തരത്തിൽ ഡിഫറെൻറ്റ് മീൻസിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ പല പാത്തജൻസും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യണത്. അങ്ങനെ ഈ ഏത് പാത്തജൻസ് ആയിക്കോട്ടെ നമ്മുടെ ബോഡിയിൽ വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ നോർമൽ ബോഡി ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബോഡി വൈറ്റൽ ആക്ടിവിറ്റീസിനെ അവർ ഇൻ്റർഫിയർ ചെയ്യും. അതുമായിട്ട് അവർ ആക്രമിക്കും. സോ നമ്മുടെ ബോഡിയിലെ വൈറ്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നോർമൽ ബോഡി ഫങ്ഷനെ ആയിട്ട് അവർ ഇടപഴകി നമ്മുടെ ബോഡിയിലെ ഈ ഫങ്ഷൻസിനൊക്കെ തകരാറ് വരുത്തും. അങ്ങനെ അവസാനം നമ്മുടെ ബോഡിയിൽ മോർഫോളജിക്കലായിട്ടും ഫങ്ഷണലായിട്ടുള്ള ഡാമേജുകൾ നമ്മുടെ ബോഡിയിൽ ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിന് വരെ സംഭവിക്കാം.
സോ ഈ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ കയറി നമ്മുടെ ബോഡിയിലെ സിസ്റ്റംസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിൽ മോർഫോളജിക്കലും അല്ലെങ്കിൽ ഫങ്ഷണലുമായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാക്കും. സോ ഇങ്ങനെ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ കയറി ഫങ്ഷണൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ ഡാമേജ് വരുത്തണമെങ്കിൽ പാത്തജൻസിന് അവർക്ക് നമ്മുടെ ബോഡിയിൽ കയറി അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബോഡിയിലെ മെക്കാനിസവും സിസ്റ്റംസുമായിട്ട് അവർ അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ ആ ഹോസ്റ്റ് എൻവയോൺമെൻറ്റിൽ ഈ പാത്തജൻസിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, അതിനനുസരിച്ച് ആ പാത്തജൻസിന് പല ടൈപ്പ് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്ലാറ്റി ഹെൽമിന്തസ് ഒരു ഹുക്ക് പോലത്തെ സ്ട്രക്ചർ നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റ് സിസ്റ്റത്തിലൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് അവിടെ നമ്മുടെ ബോഡിയിലെ ന്യൂട്രിയൻസ് ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബോഡിയിൽ ഒരു ഗട്ടിലാണ് ഒരു പാത്തജൻ കയറണമെന്നുണ്ടെങ്കിൽ ആ പാത്തജന് അവർക്ക് അങ്ങനെ ഒരു മെക്കാനിസം അറിയണം. നമ്മുടെ ബോഡിയിലെ സ്റ്റൊമക്കിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യണത്, നമ്മുടെ സ്റ്റൊമക്കിൽ ലോ pH ആണല്ലോ, അതുപോലെ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ സ്റ്റൊമക്കിലുണ്ട്. സോ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഈ പാത്തജൻസിന് ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ ഈ പാത്തജൻസിന് നമ്മുടെ ബോഡിയിൽ സർവൈവ് ചെയ്ത് അവരുദ്ദേശിച്ച രീതിയിലെ ഡിസീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഡിസീസുകളാണ് നമ്മളിൽ കാണപ്പെടുന്നതെന്ന് നോക്കാം. കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്.